മലയിൽ ഉരുൾപൊട്ടൽ എന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരെ തേടിയെത്തുന്നത്. 5 മരണം ഇതിനകം സ്ഥിരീകരിക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. മേപ്പാടിക്കടുത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വൈത്തിരി താലൂക്കിൽ വെള്ളരിമല വില്ലേജിൽ മേപ്പാടി പഞ്ചായത്തിലാണ് ഇന്ന് പുലർച്ചെ 2 മണിക്ക് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. തുടർന്ന് 4 മണിക്ക് രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടാവുന്നു. അതിഭീകരമായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. പലയിടത്തും ആളുകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പാനിക്കാവേണ്ട സാഹചര്യമില്ലെന്നും ദുരന്ത നിവാരണത്തിനായി 2 NDRF സംഘങ്ങൾ അവിടേക്ക് തിരിച്ചു. ഒരു NDRF സംഘം അവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ NDRF സംഘം വഴിയിലാണ്. ചൂരൽമല പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്നാണ് പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. പാനിക്കാവേണ്ട സാഹചര്യമില്ല. പക്ഷേ എങ്കിലും മരണസംഖ്യ ഉയർന്നേക്കുമോ എന്നൊരാശങ്ക നിലവിലുണ്ട്. 16 പേർ ഇപ്പോൾ മാനന്തവാടി ആശുപത്രിയിലുണ്ട്. 5 പേരുടെ മരണമാണ് ഇപ്പോൾ പ്രാദേശികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയിട്ടില്ല. സൈന്യവും 2 ഹെലികോപ്റ്ററുകളും എയർലിഫ്റ്റിനായി ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തും. ഇന്ന് പുലർച്ചെ 2 മണിക്കും 4:10-നുമായിട്ടാണ് 2 വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായത്. നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രാദേശിക ലേഖകർ പറയുന്നത്. ഒപ്പം തന്നെ ദീപക് മോഹനും റിപ്പോർട്ട് ചെയ്യുന്നത്. 4:10-ഓടുകൂടി വീണ്ടും ഉരുൾപൊട്ടി. വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. ചൂരൽമല പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് മാത്രവുമല്ല, ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള ഒരു പാലമുണ്ട്. ആ പാലം പൂർണ്ണമായും തകർന്നു പോവുകയും ഒലിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചൂരൽമലയിൽ നിരവധി ആളുകൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. നമുക്കിപ്പം ദീപക് മോഹനുണ്ട്. പ്രേക്ഷകർക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. 5 പേർ മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മരിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തുള്ള നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. നമ്മൾ അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും NDRF സംഘങ്ങൾ, ഒപ്പം തന്നെ സിവിൽ ഡിഫൻസും സിവിൽ റെസ്ക്യൂ പ്രവർത്തകരുമെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത് പോലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ദുരന്തത്തിന് വ്യാപ്തി കൂടുതലാണ് എന്ന് OR കേളു മന്ത്രിയും നമ്മളോട് പറയുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ ദുരന്തമുണ്ടായത്. വൈദ്യുതി ബന്ധം തകർന്നതുകൊണ്ട് പൂർണ്ണമായും ഇരുട്ടിലായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. പ്രേക്ഷകർക്ക് കാണാം. ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് കുത്തിയൊലിച്ചെത്തുന്ന ചൂരൽമലയിലെ നദിയാണ്. ആ ചൂരൽമലയിലെ ആ പുഴ മറികടക്കാൻ കഴിയാതിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും ചൂരൽമലയിലേക്ക് പോകാൻ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നതിൻ്റെ തത്സമയ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം ദീപക് മോഹൻ ചേരുന്നുണ്ട്. ദീപക് മോഹൻ, ചൂരൽമലയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെ നിന്നും കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടോ? ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുന്നു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു പ്രദേശം പൂർണ്ണമായും ഒലിച്ചുപോയി. OR കേളു പറഞ്ഞത് പുത്തുമലയ്ക്ക് കഴിഞ്ഞ തവണ ദുരന്തമുണ്ടായ പുത്തുമലയ്ക്ക് തൊട്ടടുത്തുള്ള പ്രദേശമാണ് ഇപ്പോൾ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരിക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പുഴ മുറിച്ചു കടന്ന് ചൂരൽമലയിലേക്ക് നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അരുൺകുമാർ, ഇന്നലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് വലിയ തോതിൽ ഉരുൾപൊട്ടലുണ്ടായത്. രാത്രി ഉറക്കത്തിനിടെ ആളുകൾ ഈ ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കിയ സമയത്തായിരുന്നു വലിയ തോതിൽ മണ്ണും ചളിയും വന്ന് അടിഞ്ഞുകൂടുന്ന ദൃശ്യങ്ങൾ കണ്ടത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്ത് ഇവിടെ ഒരു സ്കൂളിൻ്റെ, അതായത് വെള്ളാർമല സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത്. ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഉരുൾപൊട്ടലുണ്ടായി. കല്ലും മണ്ണും എല്ലാം ഈ ഭാഗത്തേക്ക് അതേപോലെ ഒലിച്ചെത്തിയത്. ഈ പ്രദേശത്ത്, അതായത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴിയിൽ പ്രധാന റോഡിൽ തന്നെ ഒരു പാലവും ഒരു പള്ളിയും ഒപ്പം ഒരു അമ്പലവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം വലിയ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ഒരു ടാങ്കർ ലോറിയുടെ ടാങ്കിന് സമാനമായ രീതിയിലുള്ള വലിയ കല്ലുകളാണ് ഇപ്പോൾ ഇവിടെ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ദീപക് മോഹനാണ് സ്ഥലത്ത് നിന്നും വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ ഇപ്പോൾ ചൂരൽമല ഏകദേശം ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിൽ തന്നെയാണ്. നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന്. പുഴ ഗതിമാറി ഒഴുകുന്നു. പ്രേക്ഷകർക്ക് കാണാം. അത് വെള്ളാർമലയിലെ സ്കൂളാണ്. അതൊരു ഗ്രൗണ്ടാണ്. ആ പ്രദേശത്തേക്ക് പുഴ ഇരമ്പിയാർത്തെത്തുകയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടായത്. ജനവാസ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലാണ്. അതിൽ അല്പം ആശങ്കയുള്ളത് മരണസംഖ്യ എത്രയെന്ന് ഇനിയും നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. മുണ്ടക്കൈ ചൂരൽമലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. രാവിലെ 2:10-ഓടുകൂടി വലിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു. തുടർന്ന് 4 മണിയോടുകൂടി രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു. ജനവാസ മേഖലയിലായതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം.